ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യം അപമാനിച്ചാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് പാകിസ്ഥാനോട് മാത്രമല്ല, അത് ചൈനയോട് മാത്രമല്ല. നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരമുള്ള ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള ശൈലിയാണ്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കാരണം 2013 മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ദേവയാനി ഖോബർഗഡെ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കോൺസുലേറ്റ് അംഗം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവരെ ഒരു വീട്ടുജോലിക്കാരിയുടെ പരാതിയിൽ മേലെ അറസ്റ്റ് ചെയ്തു. അന്ന് എന്താ സംഭവിച്ചത്? ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇന്ത്യക്കുള്ള മറുപടി. കാരണം അങ്ങനെ ഒരു നയതന്ത്ര പരിരക്ഷയൊന്നും ഇവർക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യ തീർച്ച നിലപാടെന്നറിയോ, അവരെ കൈവിലങ്ങ് അണിയിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ അമേരിക്ക പുറത്തുവിട്ടു. അപ്പം ഇന്ത്യ തീർച്ച നിലപാടെന്താ അറിയോ, അമേരിക്കയുടെ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു. ആരോടാണ്? അമേരിക്കനോടാണ് ഓർക്കണം. ഇപ്പം നമ്മൾ പഞ്ചമുച്ച മടക്കി നിൽക്കുന്ന അമേരിക്കയുമായി ബന്ധമുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു. അമേരിക്കയിലെ എല്ലാ എംബസി ഉദ്യോഗസ്ഥന്മാരോടും ID കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യയിലുള്ള എംബസി ഉദ്യോഗസ്ഥന്മാരോട് മുഴുവൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു. എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു. അമേരിക്കൻ എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു. അതുമാത്രമല്ല, എംബസി ഉദ്യോഗസ്ഥരെ വീട്ടുജോലിക്കാരുടെ പൂർണ്ണ ID-യും അതിൻ്റെ ഡീറ്റെയിലും ഹാജരാക്കാൻ പറഞ്ഞു. ഇന്ത്യയിൽ ഹാജരാക്കാൻ പറഞ്ഞു. പിന്നെ യുദ്ധസമയത്ത് മാത്രമാണ് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യ. എല്ലാ സമയത്തും എന്ത് ചെയ്തു? പുറത്തു പോകുന്ന എംബസി വാഹനങ്ങളുടെ സുരക്ഷ പിൻവലിച്ചു. ശക്തമായ നിലപാടാണ്. എംബസി ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര മദ്യപിക്കുന്ന ആൾക്കാരാണ്, അമേരിക്കക്കാരാണല്ലോ. മദ്യം കൊണ്ടുവരുന്നത് തടഞ്ഞു. കാരണം ഏറ്റവും അവസാനത്തെ കണ്ടില്ല, മദ്യം വരെ കൊണ്ടുപോകുന്നത് തടഞ്ഞു. അപ്പം കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ടല്ലോ, അമേരിക്കയെ കൊണ്ട് അവസാനം ഇന്ത്യ പറഞ്ഞെന്തറിയോ, നിങ്ങൾ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചതിൽ മാപ്പ് പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ലാന്ന് പറഞ്ഞു. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലാന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? അമേരിക്ക എടുത്ത കേസ് റദ്ദാക്കി ആ ഉദ്യോഗസ്ഥയ്ക്ക് എല്ലാവിധ പരിരക്ഷയും കൊടുത്തു. ഇത് നടന്ന രാജ്യം ഇന്ത്യയിലാണ്. ഇത് രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ? അമേരിക്കനോടാണ്. അങ്ങനെയുള്ള അമേരിക്കനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് കാണിച്ച ധൈര്യം പോലും, മൻമോഹൻ സിംഗ് സർക്കാർ കാണിച്ച ധൈര്യം പോലും നരേന്ദ്രമോദിക്കില്ല. നരേന്ദ്രമോദി എപ്പോഴാണ് പോകുന്നത്? നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും ചങ്ങലയും വിട്ട് 46 മണിക്കൂർ 56 മണിക്കൂർ ഫ്ലൈറ്റിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറയാം നിൻ്റെ ഇന്ത്യക്കാരുടെ വില ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്തു. ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി പോയത്, അല്ലേ? നരേന്ദ്രമോദി അവിടെ ചെന്ന് തിരിച്ചു വന്നതിന് ശേഷം സംഭവിച്ച കാര്യമല്ലോ. ആ സ്ഥലത്തേക്ക് പോയിട്ട് പോലും എന്ത് സംഭവിച്ചു? ഒരക്ഷരം മിണ്ടാതെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഒരു വ്യാപാര ബന്ധമില്ലാന്നേ. എന്ത് വ്യാപാരം എന്താണുള്ളത്? നമുക്ക് അവിടുന്ന് ഒരു അമേരിക്കൻ യുദ്ധവിമാനം കിട്ടിയിട്ടൊന്നല്ലോ ഇന്ത്യയിൽ ഇത്രയും നാളെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ സൈനികർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വല്ലാണോ? ഒരു വ്യാപാരം. ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പെട്ടുപോയാൽ നമ്മൾ ഇന്ത്യക്കാരനെന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ അവിടെ ഓടിച്ചെല്ലുന്ന സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ആയതുകൊണ്ടും ഇന്ത്യൻ എംബസി ആയതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ആ സ്ഥലത്തേക്ക് നമുക്കൊരു ധൈര്യമില്ലാതെ, നമ്മളെ ഒരു വിലയില്ലാതെ, നമ്മളെ കർത്തവർഗക്കാരനും തൗട്ടുവർഗക്കാരനുമായി കാണുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തോടെ പോയി പണി നോക്കാൻ പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും പറയുന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ അവിടുന്ന് എല്ലാ കരാറുകളും ഒപ്പിട്ട് ഞങ്ങൾ 800 കോടി രൂപേൻ്റെ ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്താമെന്നും 500 ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ഇവിടെ നടത്താമെന്നും ഒക്കെ കരാർ ഒപ്പിട്ടിട്ട് ഒരക്ഷരവും മിണ്ടാതെ തിരിച്ചു വന്നു കഴിയുമ്പോഴും പുറകെ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അഴിച്ച് ഫ്ലൈറ്റിൽ കയറ്റി. ഈ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അത് കാർഗോ ഫ്ലൈറ്റാണ്. 4, 5, 6 ഡിഗ്രി തണുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുവരുന്ന അവസ്ഥ ആലോചിക്കുക. 40-46 മണിക്കൂറൊക്കെ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ അകത്ത് 46 ഡിഗ്രി തണുപ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് അവർ കേസില്ല. നമ്മുടെ രാജ്യത്ത് എന്താ കേസ്? നമ്മുടെ രാജ്യത്ത് ഒരു കേസും ഇല്ല. അവർ ഡീപ്പോർട്ട് ചെയ്യാതെ അവരെ ജയിലിടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അവരെ രാജ്യത്തെ നിയമമെന്ന് പറയാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ ഒരു നിയമമില്ല. നിങ്ങളുടെ രാജ്യത്തൊരു ഒഡീസാർ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് പൗരന്മാരെ നമ്മൾ സഹകരിക്കാൻ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക. അവിടെ കൈവിലം കെട്ടിട്ടാണ് വിടുന്നത്, കാൽവിൽ കെട്ടാണ് ഇടുന്നത്. ഇന്ത്യൻ എയർ സ്പേസിൽ അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ പൗരനെ കൈവിലങ്ങണിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഇറ്റലി അല്ലേ, നമ്മുടെ ആ കപ്പലിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളിനെ വെടിവെച്ച് കൊന്നു.
അയാൾ പിടിച്ച് ഇവിടെ ഇട്ടു. അവിടെ അവിടുത്തെ ആ രാജ്യത്തെ മന്ത്രി രാജ്യമൊക്കെ വേണ്ടി വന്നു. ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരാളുടെ രാജ്യം. അവർ പറഞ്ഞ സംവിധാനം മുഴുവൻ ഇവിടെ അവർ കൂട്ടിയിട്ട് പോയി. അവരെ കൂട്ടിയിട്ട് പോയി. കാരണം എന്താണ്? അവിടുത്തെ രാജ്യത്തെ മനുഷ്യന് വിലയുണ്ട്, നമ്മുടെ രാജ്യത്ത് മനുഷ്യന് വിലയില്ല എന്ന് നമ്മുടെ ഭരണാധികാരി തന്നെ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഒരു വാക്ക് ഇപ്പം എന്തായിരുന്നു, ആദ്യം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലായിരുന്നോ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പരാതി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലായിരുന്നോ? അവിടെ റദ്ദ് ചെയ്യണമായിരുന്നു. അവിടെ റദ്ദ് ചെയ്തിട്ട് പറയണം, അതാ ഇന്ത്യക്കാരോട് ഇതുപോലെ പെരുമാറുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾക്കൊരു നയതന്ത്ര ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ തീരുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? ഏഷ്യൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് അവർക്ക് അമേരിക്ക എന്ന് പറയുന്നത്. അവർ ഇന്ത്യനെ കാണിച്ചിട്ടാണ് ചൈനയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഇന്ത്യയും കൂടെ കൂടിയാൽ എന്താണ് നിങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയെ. ആ സമയത്ത് സ്ട്രോങ് ആയൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനപ്പുറമാണ് ഈ പറഞ്ഞ വ്യാപാര കരാറുകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ മഹത്വം വലുതായിരിക്കും. നമ്മൾ നരേന്ദ്രമോദിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പാകിസ്ഥാനോട് മാത്രം ദേഷ്യപ്പെടാനും പാകിസ്ഥാൻ മാത്രം പറഞ്ഞ് ദേഷ്യപ്പെടാനും ചൈന പറഞ്ഞാൽ മാത്രം ദേഷ്യപ്പെടാനുള്ളതാണോ? നമ്മുടെ ലോകരാജ്യത്ത് ഏത് രാജ്യം ഇന്ത്യയിലെ ഒരു പൗരനെയോ അവമാനിക്കുകയാണെങ്കിൽ ആ അവമാനിക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളതും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ അധികാരത്തിന് നമ്മൾ എന്താ പറയാൻ പറ്റുക? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ടാമത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം ഇന്ത്യയിലെ ജനങ്ങളെ വില വെക്കുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 150 ആകെ 400 പേരേ ഉള്ളൂ. 400 പേര് എങ്ങനെ വന്നാൽ നമുക്കെന്താ? 100 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ? 130 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ? 400 കോടിയല്ല, ഒരാൾക്കാണെങ്കിലും നമ്മൾ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുള്ളൊരു മെസ്സേജ് പ്രധാനമന്ത്രി ഇനിയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.